ഒരു നാളിൽ പടിവാതിൽ നിൽക്കുന്നുണ്ടേ, ഒരു വിളിയാളം കേൾക്കുന്നേ. ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി പാർക്കിലാണ് കേട്ടോ. കാണാത്തതും തീരാത്തതുമായ അടിപൊളി കാഴ്ചകളുള്ള ഒരു പാർക്കിലാണ് കേട്ടോ. വലിയവർക്കും കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഒരു സ്ഥലത്തേക്കാണെന്നൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ അങ്ങനെ കുറേ ഓടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ ഒരു പാർക്ക് ഉണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് പോകാൻ കേട്ടോ. അങ്ങനെ വന്നതാണ് ഈ സ്ഥലത്ത് കേട്ടോ. ഇത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ കാക്കാത്തുരുത്തി എന്നൊരു സ്ഥലത്തുണ്ട് ഈ പാർക്ക്. മൂന്നുപീടിക ഇരിങ്ങാലക്കുട റൂട്ടിൽ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എളുപ്പം എത്തൂട്ടാ. അങ്ങനത്തെ അവിടെയാണിത് ഇതിൻ്റെ ശരിക്കുള്ള പ്ലേസ് വരിക. അടിപൊളി പാർക്കാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഈ മോർണിംഗ് 10 o'clock ഇത് സ്റ്റാർട്ട് ചെയ്യും. ഈവനിങ് ഒരുപാട് ടൈമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സമയം മോർണിംഗും ഈവനിങ്ങും ആയിരിക്കും. ഉച്ചയ്ക്കൊക്കെ കുറച്ച് വെയിലുണ്ടാവുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഇവിടെ എത്ര കണ്ടാലും മതി വരാത്ത ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് ശരിക്കും സീഷോർ ഫാമിലി നേഴ്സറി കേട്ടോ. ഒരുപാട് ചെടികളുണ്ട് ഇവിടെ. ചെടികൾ വേണമെങ്കിൽ നമുക്ക് വാങ്ങുകയും ചെയ്യാം. പിന്നെ ഒരുപാട് കാഴ്ചകളും കാണാം കേട്ടോ. ട്രെയിന്, കുതിര സവാരി, ബോട്ടിങ്, അതുപോലെ ഒരുപാട് ഗെയിമുകളുണ്ട്. ഒരുപാട് മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാനൊന്നും ഇതുവരെ കാണാത്ത മൃഗങ്ങളൊക്കെ ശരിക്കും നേരിട്ടിട്ടാണ് നമ്മൾ വീഡിയോസിൽ സിനിമയിൽ അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള മൃഗങ്ങളൊക്കെ ഇവിടെ നേരിട്ട് കാണാൻ പറ്റിയിട്ട്. പിന്നെ ഫിഷ് ഉണ്ട് കേട്ടോ. ഫിഷ് എന്ന് വെച്ചാൽ ഇതൊരു തോടാണ് കേട്ടോ, ബോട്ടിങ്ങിനുള്ള തോടാണ് കേട്ടോ. ഇത് ഫുൾ ഇതിലേ പോയിട്ട് അറ്റത്ത് ചെന്നിട്ട് ഇങ്ങനെ കറങ്ങി വരട്ടെ ഈ ബോട്ടിങ്ങിന് കയറിയിട്ടുണ്ടെങ്കിൽ. അതിൽ നിറച്ച് ഫിഷാണ് കേട്ടോ, വലിയ ഫിഷുകൾ കേട്ടോ. പിന്നെ ഇവിടെ അതേ കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻട്രി ഫീസ് ഇല്ല. പിന്നെ റൈഡുകൾക്കൊക്കെ നിസ്സാര പൈസ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു ബോട്ടിങ്ങിൽ 5 ആൾ കയറിയിട്ടുണ്ടെങ്കിൽ 100 രൂപക്ക് 5 ആൾക്ക് ഇരിക്കുക. അതൊന്നും ഇതേപോലെ ഇതൊന്നും എവിടെയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഫീസും കുറവാണ്, അതുകൊണ്ട് ഒന്നും നഷ്ടമാവില്ല കേട്ടോ. കാരണം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ഒരു ആംബിയൻസ് ഉണ്ടാവും. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അത്രക്കും നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. എത്ര നേരം വേണമെങ്കിലും ഇവിടെ നമുക്ക് ഇരിക്കാൻ തോന്നും. കാരണം ഒരു മടുപ്പ് തോന്നില്ല കേട്ടോ. അത്രക്കും നല്ല ഒരു പ്ലേസാണിത്. പിന്നെ ട്രെയിൻ പറയേണ്ട ഒരു കാര്യം തന്നെ കേട്ടോ. ഫീസ് ഭയങ്കര കുറവാണ് കേട്ടോ. ഒരു 30 രൂപ കേട്ടോ ഒരാൾ ചാർജ്. അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫുൾ കവർ ചെയ്ത് കാണാൻ പറ്റും. ഇപ്പം കാലുകൊണ്ട് വയ്യാത്ത ആൾക്കാർ, പ്രായമായവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ട്രെയിനിൽ കയറിയിരുന്നാൽ മതി. നടന്ന് കാണേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. അത്രക്കും എല്ലാവരും നമുക്ക് കവർ ചെയ്ത് കാണാൻ പറ്റും. അത്രക്കും നല്ല ഇതിൽ കൂടെയാണ് ആ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് അട്രാക്ഷൻസ് ഇവിടെ വേറെ ഉണ്ട് കേട്ടോ. ചെറിയൊരു ഫീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം. ഒരിക്കലും പൈസ നഷ്ടമായി എന്നുള്ള ഒരു വിഷമം നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടാവില്ല കേട്ടോ. അത്രക്കും നല്ലൊരു പ്ലേസാണ് ഇവിടെ. മൃഗങ്ങൾ തന്നെ ഒരുപാട് വെറൈറ്റിയിലുള്ള മൃഗങ്ങളുണ്ട് കേട്ടോ. കോഴികൾ തന്നെ പലതരം കോഴികൾ, നമ്മൾ കാണാത്ത കോഴികൾ മുതലുണ്ട്. കുഞ്ഞു കോഴികൾ മുതൽ വലിയ കോഴികൾ തന്നെ വെറൈറ്റി. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊരു പ്രത്യേക തരം കോഴികളാണ്. പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ കണ്ടു, ഫോട്ടോ എടുത്തുനിന്ന് അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. കാണാൻ തന്നെ ഉണ്ട്. നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ തോന്നില്ല. കാരണം അത്രക്കും നല്ല കാഴ്ചകൾ നമുക്ക് കണ്ടു നിന്ന് പോകും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.